കഴിഞ്ഞ തവണ നമ്മുടെ അടുത്ത് വന്നിട്ട് കുറേ കരിഞ്ഞ കുട്ടിയോ ഒക്കെ ആയിരിക്കും, ചേച്ചി എനിക്ക് പറ്റുന്നില്ല, ഞാൻ നിർത്തിയിട്ട് പോകാൻ പോവുക, അങ്ങനെ വരെ പറഞ്ഞ കുട്ടികളുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ കോളേജിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും തോന്നാറുണ്ട്, ഇപ്പം ഇങ്ങനെ ഒരു കഥ ഞാൻ അന്ന് കേട്ടിരുന്നെങ്കിൽ. അത് ഓപ്പറേറ്റ് ചെയ്തെടുത്തിരുന്നോ? ഓപ്പറേറ്റ് ചെയ്തെടുത്ത് ആ ഓപ്പറേഷനിൽ അനസ്തെറ്റിസ്റ്റിന്റെ വൈഫ് ആയിരുന്നു. സാവധാനം ഒരു മുടി മാത്രം തിന്നുന്ന ശീലമായി ഉണ്ടാവുക, അത് വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വയറിനുള്ളൊരു ബണ്ടിൽ ഓഫ് ഹെയർ ഉണ്ടാവും. അത് മറ്റുള്ളവർ പലതും പറയും. പക്ഷേ നമുക്ക് ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതറ്റം വരെ അതിന് പോകാം. നമ്മളിപ്പം ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം അത് നേടിത്തരാൻ നമ്മൾ കൂടെ നിൽക്കുന്നാണല്ലോ പറയാറ്. ഹായ് ഓൾ, 1-to-1 ഇൻട്രാക്ഷൻ വിത്ത് ഡോപ്പ മെൻറ്റർ എന്നുള്ള സീരീസിൽ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് മെൻറ്റർ ജാസ്മിനാണ്. ജാസ്മിൻ തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഹലോ, ഞാൻ ജാസ്മിൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പാവങ്ങാട് ഗേൾസ് റെസിഡൻഷ്യൽ മെൻറ്ററാണ്, അതേപോലെ ഓൺലൈൻ R01 ബാച്ചിൻ്റെ മെൻറ്ററാണ്. ഓക്കെ, ആക്ച്വലി ഓൺലൈൻ്റെയും ഓഫ്ലൈൻ ഒരു ബാച്ച് രണ്ടും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ് പ്രൈമറി എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ രണ്ട് ആളുകളെയും? ഇന്റൻസിറ്റി ഓഫ് സ്റ്റഡി എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻസ് ഒന്നും കൂടെ ഈ ഒരു എയിമിലേക്ക് ഒന്നും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് എനിക്ക് സ്റ്റുഡൻസ് ആയിട്ടുള്ള ഇന്ററാക്ഷനിൽ തോന്നുന്നത്. കയ്യിലുള്ള സ്റ്റുഡൻസിന്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവർ കുറച്ചുകൂടി സീരിയസ് ആണെന്നുള്ള എൻ്റെ ബാച്ചിലുള്ള കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കൂടെ ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഓഫ്ലൈൻ ബാച്ചിലുള്ള സ്റ്റുഡൻസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ നമ്മൾ 1-to-1 ഇൻട്രാക്ഷൻ വിത്ത് ഡോപ്പ മെൻറ്റർ എന്നുള്ള ഈ സീരീസിന്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ മെൻറ്റേഴ്സ് കുട്ടികളായിട്ട് മെൻറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻട്രാക്ഷനിൽ വരുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളെ കോളേജ് ലൈഫിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ ചെയ്ത എന്തെങ്കിലും മണ്ടത്തരങ്ങളാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എന്തെങ്കിലും കോമഡി ആവാം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഏതാദ്യം വേണം? എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ ഇവിടെ മെൻറ്റേഴ്സ് ടോക്കിനൊക്കെ പോകുമ്പോൾ ഒരുപാട് നമ്മളെ കോളേജിലുള്ളതാണെങ്കിൽ കൂടെ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പം ഒരു ആഫ്റ്റർ MBBS ആൻഡ് ബിഫോർ MBBS ഉള്ള ലൈഫിൽ വന്ന ഒരുപാട് ചേഞ്ചസിനെ കുറിച്ചും ഒത്തിരി കുട്ടികളടുത്ത് സംസാരിക്കാറുണ്ട്. നമ്മൾ യൂഷ്വലി ഇങ്ങനെ പൊതുവായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കുറേ കോമൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും പറയും. പിന്നെ പേഴ്സണലി എന്തെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ട്, ഇപ്പം നമ്മൾ നീറ്റിന് ഒരിക്കൽ പഠിച്ച ആളാണല്ലോ, അപ്പോൾ അറിയാം. ഇപ്പോൾ ഞങ്ങൾ തന്നെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒന്ന് സംസാരിക്കാൻ. ചില സമയത്ത് നമുക്ക് ഭയങ്കര എനർജി ഒക്കെ ആയിരിക്കും പഠിക്കാൻ, ഓക്കെ ഞാൻ പഠിക്കാം, ഒക്കെ സെറ്റാണ്, പോകുമ്പോൾ ഒരു പുഷ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും അല്ലേ? ചില സമയത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഞാനാണെന്നുണ്ടെങ്കിൽ കൂടെ, ഏതൊരു നീറ്റ് ആസ്പിരന്റ് ആണെന്നുണ്ടെങ്കിൽ കൂടെ, ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഇമോഷണലി എൻ്റെ സങ്കടം കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, വെറുതെ ഇരുന്ന് ആ രീതിക്ക് ആശിച്ചു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഈ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതിൽ ഞാൻ പേഴ്സണലി സന്തോഷം കണ്ടെത്തുന്നു. പിന്നെ ഇപ്പം നമ്മൾ അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ കൂടെ ഒരുപാട് നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ കുട്ടിയോട് പിന്നെ പേഴ്സണലി വന്ന് സംസാരിക്കും. ഇങ്ങനെ ഇപ്പം ഇനീഷ്യലി പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിരുന്നതാ, ചേച്ചി ഞാൻ എന്ത് ഇമ്പ്രൂവ്മെൻറ്റാ, താത്ത ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത ടിപ്സ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ചെയ്തിട്ട് സക്സസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും. ചില പിറ്റ്ഫോൾസ് ഒക്കെ ഉണ്ടാവും, ചില ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം നമുക്ക് അന്ന് പറഞ്ഞു തരാറില്ലായിരുന്നു. അനുഭവം കൊണ്ട് ഇത് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കുട്ടികളടുത്ത് പറഞ്ഞു കൊടുക്കും, മക്കളെ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തു പോകരുത്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മളിപ്പോൾ നീറ്റിന്റെ കാര്യത്ത് പറയാന്നുണ്ടെങ്കിൽ ഫിസിക്സ് ഒക്കെ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഈവൻ ഞാൻ പോലും ചെയ്തിരുന്ന ഒരു തെറ്റാണ്. ഇപ്പം ഇനീഷ്യലി നമ്മൾ കുറേ പോയിട്ട് ഇങ്ങനെ തിയറി പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ, തിയറി അറിയണ്ടെന്നില്ല, തിയറി അറിയണം, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ മാർക്ക് കൂടാത്തപ്പം വീണ്ടും പോയിട്ട് ബുക്ക് വായിച്ച് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ആയില്ല, അയ്യോ എനിക്ക് ഈ കൺസെപ്റ്റ് നല്ലപോലെ അറിയില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ഡെപ്തിലൊക്കെ ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാനാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കുട്ടികൾ റിപ്പീറ്റ് ചെയ്യരുത് എന്നൊക്കെ എൻഷുർ ചെയ്യാനും. എക്സാക്ട്ലി, മെന്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് തന്നെയാണ്. അതായത് നമ്മളെല്ലാവരും വീണ് എന്താ പറയുക, സ്ഥിരം വീണ കുറെ പിറ്റ്സ്, അതിന്നൊക്കെ കുട്ടികളെ നീറ്റ് ആസ്പിരൻസിന് സേവ് ചെയ്യാന്നുള്ളതാണ്, ആ ടൈം അവർക്ക് സേവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസും നമുക്ക് നല്ലതായിട്ട് തോന്നിയ ഒരുപാട് ടിപ്സ് ഒക്കെ കുട്ടികളെടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അതിൽ ഫിസിക്സിന്റെ കാര്യം എസ്പെഷ്യലി നിങ്ങൾ എടുത്തു പറഞ്ഞു, അതേപോലെ എടുത്ത് പറയുന്നത് എന്തെങ്കിലും പിറ്റ്ഫോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മളിങ്ങനെ യൂഷ്വലി ഇവിടെ വരുന്ന എക്സ്പീരിയൻസസും അതുപോലത്തെ ഇതൊക്കെ കുട്ടികളടുത്ത് ഷെയർ ചെയ്യുന്ന. അപ്പം ഒരു മെന്റർഷിപ്പിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിങ്ങനെ ഒരുപാട് കഴിഞ്ഞ തവണ നമ്മുടെ അടുത്ത് വന്നിട്ട് കുറേ കരിഞ്ഞ കുട്ടിയോ ഒക്കെ ആയിരിക്കും,
ചേച്ചി എനിക്ക് പറ്റുന്നില്ല, ഞാൻ നിർത്തിയിട്ട് പോകാൻ പോവുക, അങ്ങനെ വരെ പറഞ്ഞ കുട്ടികളുണ്ട്. പക്ഷേ ഒരു 2-3 വിസിറ്റ് ചെയ്യുമ്പം അവരതിന് അഡാപ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയിട്ട് എനിക്കിപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഇട്ടിട്ടോ, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതൊക്കെ ഒന്ന് ആപ്ലിക്കബിൾ ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ അങ്ങനെയാണെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നും. എന്ന് വെച്ചാൽ നമ്മൾ കാരണം ഒരാളെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടെന്ന് അറിയുന്നത് ഒരു ഹാപ്പിനെസ് ഭയങ്കര തന്നെയാണ്. ഓക്കെ, ഈ വിസിറ്റ് പോകുന്നൊക്കെ പറയുമ്പോൾ എന്താണ് ചില ആളുകൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്താണ് വിസിറ്റ്? നമ്മൾ ഇപ്പം യൂഷ്വലി ഒരു മാസത്തിൽ ഇത്ര ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഒരു മന്ത്ലി ഒരു 3 times ആണ് യൂഷ്വലി പോവാറുള്ളത്. അവരെ ഹോസ്റ്റലിലേക്ക് ബസ്സിൽ പോയിട്ട് അവിടെ പോയിട്ട് അവിടെ കാണും. അവരെ യൂഷ്വലി നമ്മളിങ്ങനെ സംസാരിക്കും. ഹോസ്റ്റലിലാണ്, അപ്പം നമുക്കറിയാം ഇപ്പം ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മിക്കവാറും ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ ഷെഡ്യൂളൊക്കെ നോക്കിയിട്ട് പോകും. ഒക്കെ നോക്കിയിട്ട് അതിനൊക്കെ ഒരു ബ്രേക്ക് ടൈം ഒക്കെ എപ്പോഴാണ് നോക്കിയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം വെച്ചിട്ട് അങ്ങനെ പോകും. അപ്പം അവരുടെ അടുത്ത് പോയിട്ട് കാണും. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ കോളേജിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും തോന്നാറുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു കഥ ഞാൻ അന്ന് കേട്ടിരുന്നെങ്കിൽ. കുട്ടികൾ ഒരുപാട് ഇത് ഞാൻ ശരിക്കും പറയാം, ഇപ്പം നമ്മള് ഇപ്പം ഞങ്ങൾ കോളേജിൽ ഇപ്പൊ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഈ ഒരു പോലെ എനിക്ക് അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് ഡോക്ടറാണ് ഞാൻ. എന്ന് വെച്ചാൽ ക്ലോസ് ഫാമിലിയിൽ അങ്ങനെ അടുത്ത ഡോക്ടേഴ്സ് ആരും ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ MBBS എന്താ, ഈ ഫീൽഡ് എന്താ കോളേജിൽ സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. അപ്പം ജസ്റ്റ് മിയർലി ഒരു ഡോക്ടർ ആവണം എപ്പോഴോ പണ്ടെപ്പോഴോ തോന്നിയ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഡോക്ടർ ആവണം, എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ള രീതിക്ക് അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞങ്ങളിങ്ങനെ ഇവരുടെ അടുത്ത് പോയിട്ട് പറയായിരുന്നു, ഇങ്ങനെ ഡെയിലി ഏകദേശം ഞങ്ങളിപ്പോൾ ഒരു മാസത്തിൽ 3 തവണ എന്നൊക്കെ പറയുമ്പം ഏകദേശം എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ഇവന്റ്സും മിസ്സാക്കാത്ത രീതിയിൽ അവരുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയൂ, അവരിങ്ങനെ പറയും, അയ്യോ ഞങ്ങൾക്കും പഠിക്കണം, ഞങ്ങൾക്ക് ഇവിടെ എത്തണം. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ ചിലപ്പം കുട്ടികൾ തന്നെ പറയാറുണ്ട്, ഇപ്പം അവരവിടെ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ചില അറ്റ്മോസ്ഫിയേഴ്സ് ഉണ്ടാവലുണ്ട്. ഇടയ്ക്കെപ്പോഴെങ്കിലും ഇപ്പം തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ആവേശത്തിൽ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ട്രാക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്ന്, പക്ഷെ അങ്ങനെ പറയും, ഞങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ അവർക്കൊരു എനർജിയാണ്. കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ആക്കാറുണ്ട്, നമുക്ക് ആപ്പിൽ DTeam ആപ്പ് ഉണ്ട്. അപ്പം ഈ പോകാത്ത സമയത്ത് കുട്ടികളായിട്ട് കോൺടാക്ട് കീപ്പ് ചെയ്യാൻ ഡെയിലി ബേസ് ചെയ്തിട്ട് ഒരു ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് DTeam ആപ്പ് ഉണ്ട്. അപ്പം അങ്ങനെ DTeamൽ നമ്മൾ പോകാത്ത സമയത്തൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കും, നിങ്ങൾ അന്ന് പോയി വന്നതിൽ ഭയങ്കര ഒരു മോട്ടിവേഷൻ ഫീൽ ആവുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് നമ്മൾ കാരണം ഇവർക്ക് ഒന്നും കൂടെ ഒന്ന് പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ആ ഒരു ട്രാക്ക് വീണ്ടും ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നതിന് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ആ മോട്ടിവേഷൻ ആവാൻ അന്ന് കോളേജിൽ എന്തോ ഇവന്റ് ഒക്കെ പറഞ്ഞു പറഞ്ഞില്ലേ, എന്താണ് പറഞ്ഞിരുന്നത്? അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാം പറയാറുണ്ട് ഞങ്ങള്. ഇപ്പൊ ഞങ്ങൾക്ക് പ്രൊഫസേഴ്സ് ഷെയർ ചെയ്യുന്ന അവരെ ലൈഫിൽ ഇപ്പം ആസ് എ ഡോക്ടർ ഞങ്ങളിപ്പം ഫസ്റ്റ് ഇയർ MBBS ഇപ്പൊ സെക്കൻഡ് ഇയർ ക്ലാസ്സസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ പോസ്റ്റിങ്സ് ഒക്കെ തുടങ്ങി പൊതുവെ അങ്ങനെ വാർഡിലുള്ള അനുഭവങ്ങൾ കുറവാണ്. അപ്പൊ നമ്മളിങ്ങനെ തുടങ്ങുന്നുള്ളൂ. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഇപ്പം ഞങ്ങളെ പ്രൊഫസേഴ്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ അവരെ ലൈഫിൽ ഒരു ആസ് എ ഡോക്ടർ അവർക്ക് ഉണ്ടായ ഭയങ്കരമായ ഒരു പേഷ്യന്റ് ഡോക്ടർ ഇന്ററാക്ഷനിൽ വന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കുട്ടികളെ എടുത്തിട്ട് പോയി പറയും. പിന്നെ ഇപ്പൊ സെക്കൻഡ് ഇയർ ആയപ്പോ ഒന്നും കൂടെ കുറെ കഥകൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരീസ്. സ്പെസിഫിക്കലി ഇപ്പൊ അടുത്ത് എന്താ നമുക്ക് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടി ഒരു 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുക, ഒരു 15 വയസ്സായ പെൺകുട്ടി, മുടി കഴിക്കുന്ന ഒരു ശീലം, അതൊക്കെ കേൾക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ ഓരോന്ന് പറയുമ്പോ. അത് ഓപ്പറേറ്റ് ചെയ്തെടുത്ത് ആ ഓപ്പറേഷനിൽ അനസ്തറ്റിസ്റ്റിന്റെ വൈഫ് ആയിരുന്നു. എൻ്റെ അടുത്ത് ആ ഫോട്ടോ ഉണ്ട്. അതായത് ഇപ്പൊ റീസെന്റ് നമ്മൾ ബുക്കിൽ കണ്ടതാണ്. സാധാരണ ഒരു മുടി മാത്രം തിന്നുന്ന ശീലമായി ഉണ്ടാവുക, അത് വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വയറിനുള്ളൊരു ബണ്ടിൽ ഓഫ് ഹെയർ ഉണ്ടാവും. ആക്ച്വലി ആ ഫോട്ടോ അന്ന് വൈഫ് എന്നുണ്ടെങ്കിൽ ഞാനത് ബുക്കിലേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഉണ്ട് ട്രൈക്കോബസാർ അല്ലേ, എന്താ പേര് പറയാം, ട്രൈക്കോബസാർ. അപ്പോൾ അതെന്താ വെച്ചാൽ കഴിച്ച് കഴിഞ്ഞാൽ ഒരു വയറിനുള്ളിൽ വലിയ ഉണ്ടാവും. അത് വയറുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യും. എന്ത് നോക്കിയിട്ട് കാണില്ല, സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു മുടിയുടെ ഉണ്ട കാണുന്നത്.
അപ്പോൾ അങ്ങനെ ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ മാത്രം. ഇതുപോലെ നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ കിട്ടുന്ന ഓരോ കഥകൾ, ഓരോ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ പാസ് ചെയ്യാറുണ്ട്. അവർക്ക് മേ ബി ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോസ്റ്റിങ്സിനൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുകയാണല്ലോ, നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് ആ ഒരു ഡോക്ടറായിട്ട് വാർഡിലൂടെ നടക്കുന്ന ആ രീതിയിലേക്ക് നമ്മൾ ഇറങ്ങി തുടങ്ങല്ലേ. അപ്പം ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയ ഒരു ഇമോഷണൽ ഇത് ഒക്കെ നമ്മൾ എൻജോയ്മെന്റ് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്, കണ്ണൊന്ന് അടിച്ചു നോക്ക്, നിങ്ങളാണ് അടുത്ത വർഷം ഈ ഒരു പൊസിഷനിൽ എന്നുള്ള രീതിക്ക് ഒരുപാടൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ പറയും ഞങ്ങൾക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾ ആ പോയി കഴിയുന്ന ഒരു സമയത്ത് എന്നുള്ള രീതിക്ക്. അടിപൊളി. അപ്പോൾ റിയലി നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അവർക്ക് ഈ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചുകൊണ്ട് പോവുക, ഒരു വർഷം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ടൈമാണ്. ആ സമയത്ത് അവർക്ക് മൈൻഡിന് കുറച്ചുകൂടി എൻജോയബിൾ ആക്കുക. മോർ ദാൻ പ്രഷേഴ്സ് നമ്മൾ തന്നെ കാണുന്നതാണ്. നീറ്റ് ആസ്പിരൻസിൻ്റെ ഇടയിൽ പ്രഷർ കൂടിയത് കാരണം സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ബാക്കി കാര്യങ്ങളൊക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രഷേഴ്സിലേക്കൊന്നും നമ്മളെ കുട്ടികളെ എത്തിക്കാണ്ട് ആവേശം കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ട്രെയിൻ. ഞങ്ങൾക്കറിയാം അവർ ചെല്ലുമ്പോഴേ അവർ ഓൾറെഡി കുറേ സ്ട്രെസ്സിലുണ്ട്. അത് ഓരോ ദിവസത്തനുസരിച്ചിരിക്കും. ചില സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ ഞങ്ങളങ്ങനെ എക്സ്പീരിയൻസസ് ഒക്കെ പറയും. പക്ഷേ ചില സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഭയങ്കര ട്രാക്കിൽ നിന്നൊക്കെ ഔട്ടിലായിരിക്കും. അപ്പം ഞങ്ങളൊന്ന് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒന്ന് പാരൻസിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് അവരൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. കാരണം ഇത്രയും നമ്മൾ എഫേർട്ട് ഇട്ട് ഇവിടെ വരുന്നല്ലേ എന്നുള്ള രീതിക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊന്ന് ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പം അടിപൊളി. എനിവേ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് പാവങ്ങാട്ടിലെ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലർ സ്റ്റുഡൻസ് ഭയങ്കര എന്താ പറയുക ഭാഗ്യമാണെന്ന്, അവരെ ഭാഗ്യമാണെന്ന് പറയാം. നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മെൻറ്ററിന് കിട്ടുക എന്നുള്ളതും ഭയങ്കര നല്ലതാണ്. കാരണം എല്ലാവർക്കും ഇതേപോലെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, എസ്പെഷ്യലി ഓരോ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ. സോ എനിയാവും നമ്മൾ രണ്ട് കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു മെൻറ്റർ ആസ് എ എന്താ പറയുക മെഡിക്കൽ ആസ്പിരൻറ്റ് എന്ന് പറയുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. സോ ലെസ് സ്ട്രെസ്ഫുൾ ആയിരിക്കും, മോർ മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ വർഷം ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആളുകൾ, മോസ്റ്റ്ലി ഈ വീഡിയോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നീറ്റ് ഇയർ എക്സാം ഈ വർഷത്തെ കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ആ സമയത്ത് ആ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കുക. കാരണം ഒരിക്കലും എൻട്രൻസ് അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് ഏതാൾക്കും അങ്ങനെയൊന്നും പറയില്ല. സത്യം പറഞ്ഞാൽ എൻട്രൻസ് സത്യം പറഞ്ഞാൽ മോർ ദാൻ ഹാർഡ് വർക്ക് അല്ല, മോർ ദാൻ ഹാർഡ് വർക്ക്. നമ്മൾ ഒരു സ്മാർട്ടായിട്ട് എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻട്രൻസിന് ആസ് സച്ച് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയുന്നവരുടെ അടുത്ത് നിന്ന് അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പലരും പലതും പറയും. പക്ഷേ നമുക്ക് ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതറ്റം വരെ അതിന് പോകാം. അതിന് കൂടെ സപ്പോർട്ടായിട്ട് നമുക്ക് ആരെങ്കിലും ഉണ്ടാകും. ഒന്നുമില്ല, ഈ ലോകം മൊത്തം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് ഞാൻ പിന്നെ പറയണമെന്നില്ല. ഓക്കെ, നമ്മളിപ്പം ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം അത് നേടിത്തരാൻ നമ്മൾ കൂടെ നിൽക്കുന്നാണല്ലോ പറയാറ്. അപ്പം അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗോ ഫോർ ഇറ്റ്, അത്ര തന്നെ പറയാനുള്ളൂ. അതിൽ വേണ്ടത് എന്ത് ചെയ്യാനും കൂടെ സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഡോപ്പ് അവിടെ ടീം നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പം നീറ്റ് ചെയ്താൽ പോകുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ കൂടെ ഉണ്ട്. എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഉഷാറായിട്ട് എക്സാം ചെയ്താൽ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഡോക്ടർ ആവാൻ പഠിക്കാം ഡോക്ടേഴ്സിനൊപ്പം.